ഞാൻ യെല്ലോ 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 എന്നിട്ട് നടക്കണത്. ഇത് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇന്ന് യെല്ലോ ചാലഞ്ച് ആണ്. ഒന്നല്ല കേട്ടോ, ഒന്നല്ല. വെറുതെ ഇങ്ങനെ പഠിച്ചിങ്ങനെ കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്ലോഗ് എടുത്താലോന്ന്. അപ്പൊ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ കിട്ടിയതാണ്. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി ഇന്ന്. പിന്നെ കുറച്ച് റീൽസ് ഒക്കെ ഇട്ടായിരുന്നു ഞാൻ, കല്യാണരാമത്തെ ഒക്കെ ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്. നല്ല രീതിക്ക് ഫോളോവേഴ്സ് ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കും ഞാൻ. പ്ലീസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുണ്യം കിട്ടും എനിക്ക്. ആയിക്കോട്ടെ. പിന്നെ ഇന്നിവിടെ സ്റ്റഡി ടേബിൾ ഏതാ പറഞ്ഞെടുത്തു? സ്റ്റഡി ടേബിൾ, നമ്മുടെ സ്റ്റഡി ടേബിൾ ഇതാണ് സ്റ്റഡി ടേബിൾ അല്ലേ? 652 ഹിമാലയൻ ഒന്നും റോയൽ എൻഫീൽഡ് തന്നെ ഇറക്കിയിട്ടില്ല. 452 652 ഒന്നും ഹിമാലയൻ പിന്നെ റോയൽ എൻഫീൽഡ് തന്നെ ഇറക്കാതെ നമുക്ക് എവിടുന്ന കിട്ടുന്നത്? അച്ഛൻ കുട്ടി വലുതായിട്ട് ഏത് ബൈക്കാ വാങ്ങാൻ? BMW ബൈക്കോ? ഏത് ബൈക്ക്? ടൂറിംഗ് ബൈക്കോ? മഞ്ജു വാര്യരൊക്കെ വാങ്ങിയതോ? അതോ? ആ വലിയ വണ്ടിയോ? എന്നിട്ട് എന്താ ചെയ്യാ കുട്ടി അത് വാങ്ങിയിട്ട്? ജാട നമ്മളിടാൻ പാടില്ല. അത് പോട്ടെ. എന്നിട്ട് നമുക്ക് കുട്ടി പിന്നെ ടൂർ ചെയ്യോ? ടൂറിന് പോവോ? റൈഡിന് പോവോ? എവിടേക്കാ പോവോ? അച്ഛൻക്ക് ജന്മത്തിൽ വരെ ചെയ്ത് തരാത്ത സാധനം അച്ഛനും കൊടുക്കും. അച്ഛൻ ചെയ്ത് തരാത്തതോ? എന്താണത്? ഇന്നൊറ്റ ബൈക്കിൽ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിണ്ടോ? അത് അച്ഛനെ വലുതായി കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കും. ട്രിപ്പില് അച്ഛനെ കുട്ടീനെ കൊണ്ടുപോകും അടുത്ത പ്രാവശ്യം കേട്ടോ. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കുറെ കേട്ടിട്ടില്ല. എനിക്ക് വേണ്ട, കാറിൽ പോയാൽ മതി. അച്ഛൻ കുട്ടീനെ ബൈക്കിൽ കൊണ്ടുപോവാം. ആയിക്കോട്ടെ നമ്മൾ ഒരു ദിവസം കാറിൽ പോവാം അല്ലേ? ആയിക്കോട്ടെ. എന്താണ് പേര്? ആയിക്കോട്ടെ, നമുക്ക് ഒരു ദിവസം പോവാം. ഏട്ടൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ, അത് റെഡിയാ? അപ്പോൾ യെല്ലോ ചാലഞ്ച് ആണല്ലേ? അല്ലേ? വേറെ എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടോ? ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം എന്താ പേര്? യെല്ലോ കേസ് മുത്തുമണി പറഞ്ഞില്ലേ? യെല്ലോ ചാലഞ്ച് പറഞ്ഞപ്പോൾ എന്താ നീ ചെയ്യുന്നതിന്? യെല്ലോ വേണോ? എന്നാ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്യാന്ന് വിചാരിച്ചാണ്. പിന്നെ മറന്നു. പിന്നെ അമ്മ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞപ്പോ പിന്നെയും മറന്നു. അപ്പൊ ഇപ്പൊ യെല്ലോ ചാലഞ്ചില് മഞ്ഞപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ബ്രഷ് ചെയ്യും. മഞ്ഞപ്പൊടി മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യേ? ഇവിടെ മഞ്ഞ പേസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ ഒന്ന് ബ്രഷ് ചെയ്തിട്ടില്ലേ അതേമാടി? കള്ളത്തി. പക്ഷെ സാധാരണ ബ്രഷ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഷൂട്ടിങ്ങോ? അതൊന്നും സസ്പെൻസ് അല്ലേ അല്ലേ? അത് വേണ്ട സസ്പെൻസ് ആക്കി വെക്കാം. സസ്പെൻസ് ആക്കി വെക്കാം നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിഞ്ഞിട്ടൊക്കെ പുറത്തു വന്നിട്ട് നമ്മൾ പറയാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്ളോഗ് ഇടാം. ഓക്കെ, അത് വിളിക്കാം. നമ്മളെ നായക്കുട്ടികളെ കാണാനില്ലല്ലോ ഒന്ന്. വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടി കരച്ചിൽ കേട്ട് നീറ്റോക്കിയപ്പോഴുണ്ടായത് നമ്മുടെ അമ്മലിക്കുട്ടില്ലേ, അവള് പ്രസവിച്ചിട്ട് സന്തോഷമായിട്ട് അവളുടെ കുട്ടിയെ വേണം. പിന്നെ ഭയങ്കര വലിയ പണിയും കിട്ടി. ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ വന്നിക്കാൻ വിളിക്കാൻ. പിന്നെ അതിന് പൊട്ടൊക്കെയുള്ള പാടി അച്ഛനെ അറിയൂ. എന്ത് ക്യൂട്ടാണ് ഗൈസ്. ഞങ്ങൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. വീഡിയോ പ്ലേ ചെയ്തോളാം. ആണോ? സുന്ദരി കുട്ടിയല്ലേ? അതിന്റെ 4 എണ്ണം ഉണ്ട്. അമ്മ 4 എണ്ണം അമ്മലൂന്റെ പോലെ. ശരി, വില്ലൻ കുട്ടികളാണല്ലേ? വില്ലൻ കുട്ടി. അമ്മ എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്റെ ദൈവം. ഇത് ഈ ഓട്ടേ കൂടെ വരാൻ നോക്കി, ഇത് കൂടെ ഇങ്ങനെ ചാടി വരാൻ നോക്കി, കൂടെ ഇങ്ങനെ ചാടി വരാൻ നോക്കി, അങ്ങോട്ട് ഇങ്ങനെ ചാടി വരാൻ നോക്കി. ഒരെണ്ണം ചാടി കൂട്ടി. പിന്നെ അപ്പൊ ചലഞ്ച് കൊടുക്കാം. ചലഞ്ച് പിന്നെ മതി. വീഡിയോ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതിൽ വീഡിയോയിൽ ഇടാം. ഈ വീഡിയോ നമുക്ക് ബൈ പറഞ്ഞ് നിർത്താം. അതല്ല ഞാൻ പറയുന്നത് നോക്കും. വേണ്ട, അവിടെ മുഴുവൻ വൃത്തിയോടാക്കാനാണ് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസത്തെ യെല്ലോ ചാലഞ്ചിന് മഞ്ഞപ്പൊടി കംപ്ലീറ്റ് സോഫ സെറ്റിലും ടീപ്പോയിലും ആയിട്ട് ഇപ്പോഴും തുടച്ചു കളഞ്ഞിട്ടില്ല. യെല്ലോ ചാലഞ്ച്
നമുക്ക് വേറൊരു ചലഞ്ച് ആക്കാം, ക്ലീനിങ് ചലഞ്ച് ആക്കാം. ക്ലീനിങ് ചലഞ്ച് അത് പറ്റില്ല, വീട് ഫുള്ള് ആര് ക്ലീൻ ചെയ്ത് തീർക്കും എന്നുള്ള ചലഞ്ച് പറ്റുമോ? അത് പറ്റില്ല, ഇല്ല. എന്നായിക്കോട്ടെ, വീഡിയോ എടുക്കുന്ന ചലഞ്ചാണെങ്കിൽ വീഡിയോ എടുക്കുന്ന ചലഞ്ച് ചെയ്യാം കേട്ടാ. എന്നായിക്കോട്ടെ, വേറെ ഒന്നുമില്ല, വെച്ചോളൂ, പിന്നെ വേറൊന്നില്ല. പറഞ്ഞോളൂ. അപ്പൊ ഇത്ര തന്നെയാണ് നമ്മുടെ വീഡിയോ. കുഞ്ഞു വീഡിയോ, ഷോർട്ട് ഫിലിം പോലത്തെ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോ ഇത്ര തന്നെയാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ ഞാനൊരു യെല്ലോ ചലഞ്ച് ആയിട്ടാണ് വരുന്നത്. അതിന് കഴിഞ്ഞാൽ പേർപ്പിൾ ചലഞ്ച് ആയിട്ട് വരുന്നത്. പിന്നെ ഫേവറേറ്റ് കളർ എന്ത് ചലഞ്ചാ പേർപ്പിൾ ഡ്രസ്സ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പേർപ്പിൾ സാധനങ്ങൾ വാങ്ങണം. പേർപ്പിൾ വാച്ച് അതുണ്ട്, പേർപ്പിൾ ഷൂ അതുണ്ട്, പിന്നെ കുറച്ച് പേർപ്പിൾ ആക്സസറീസും, പിന്നെ കുറച്ച് പേർപ്പിൾ ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഒരു പേർപ്പിൾ ചലഞ്ചും യെല്ലോ ചലഞ്ചും ആയിട്ട് വരും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ വീഡിയോ. അപ്പൊ ഇനി അമ്മ ഫുഡ് ഉണ്ടാക്കില്ല എന്തെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ പറയും. അമ്മയോട് ഫുഡ് ഉണ്ടാക്കാൻ കുറേ വൈകിട്ടാ ഫുഡ് ഉണ്ടാക്കുക. എനിക്ക് വിഷ്ണു ആക്കപ്പോട്ടെ. ബൈ ബൈ.